ഒരു കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാതെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. അതാണ് സാമാന്യ മര്യാദ. അവനൊരു കാര്യം വന്ന് പറഞ്ഞു, ഉടനെ അവന്റെ മുകളിൽ കയറി എല്ലാം കൂടെ അങ്ങ്. അതാണോ വേണ്ടത്? ഇപ്പൊ എന്തായി ആലോചിച്ച്, സത്യമല്ലേ? സത്യമാണോ അല്ലേ? കേട്ടപ്പോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. അങ്ങനെ അങ്ങ് തോന്നുമ്പോ അങ്ങനെ അവനെ കുറ്റപ്പെടുത്താൻ ആരും ചോദിക്കാൻ പറയാൻ ആളില്ലേ? ഏട്ടൻ ഇത് ആദ്യം കേട്ടപ്പോഴത്തേക്ക് ഏട്ടൻ എന്താ ചെയ്തത്? ദേഷ്യപ്പെട്ടില്ലേ? ആരുടെ ദേഷ്യപ്പെട്ടു? റൊണാൾഡോ അച്ചാച്ചനോട്. ഞാൻ ദേഷ്യപ്പെട്ട? ഇവിടെ ഇരുന്ന് നീയല്ലേടാ ദേഷ്യപ്പെട്ടത്? അത് വസ്തുത. അവൻ അറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നീ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ് ഇങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കണ്ടേ നമ്മള്? ഓ, ഈ പറഞ്ഞു കൊടുത്തത് വസ്തുതയാ? ഞാൻ കാര്യങ്ങൾ, എന്റെ മുഖം എങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഞാൻ കാര്യം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ തോന്നുന്നുണ്ടോ? അതെന്റെ കുഴപ്പമില്ല. എന്റെ മുഖം എങ്ങനെയാ ഇരിക്കുന്നത്? എന്റെ ജോലി എങ്ങനെയാണ്? ഞങ്ങളും വഴക്ക് പറഞ്ഞു, നീയും വഴക്ക് പറഞ്ഞു. ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല. ഏട്ടൻ അപ്പ പറഞ്ഞത് വസ്തുതയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞതും വസ്തുത. നിങ്ങൾ കുറ്റപ്പെടുത്തലും എന്റേത് വസ്തുതയും. ശരി, സമ്മതിച്ചിനി അങ്ങനെ തന്നെ. പക്ഷെ വേറൊരു കാര്യം പറയാണ്, ഇപ്പൊ ദൈവത്തെ ഓർത്ത് ആ ചേച്ചി വന്നതും ഇങ്ങനെ നമ്മൾ ഇതൊക്കെ അറിഞ്ഞ കാര്യം അവനോട് പറയരുത്. ഞാൻ പറയും. പറയല്ലേ ഏട്ടാ, പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ചെവിതാല കേൾക്കാൻ പറ്റൂല. പിന്നെ പറയരുത്. എന്നെ എന്തായാലും ഇതിന്റെ ഇടയിൽ വലിച്ചടക്കരുത്. എനിക്കൊരു താല്പര്യമില്ല. ഈ നുണയും കുണ്ടണിയായിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിന്റെ പേര് കനകൻ മാറ്റിട്ട് ഹരിചന്ദ്രൻ ഇടട്ടെ? അത് പറ്റുമോ? ഇത് വലിയ ശല്യമായിട്ടുണ്ടല്ലോ. ഇത് നമ്മള് നിജസ്ഥിതി അറിയാതെ സംസാരിക്കരുത്. വെറുതെ കുറ്റപ്പെടുത്തരുത് ഒരാളെ. അപ്പൊ അവൻ നിഷ്കളങ്കമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ആ അർത്ഥത്തിൽ എടുക്കുക. എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ല, ആ ചേച്ചി പാവട്ടാ. ആ ചേച്ചി വന്നപ്പോഴത്തേക്ക് ഞാൻ പിള്ളേരുടെ കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്തു വിട്ടു. അത് നല്ല കാര്യം. എന്തോ പോയില്ലേ? പണിയില്ലായിരുന്ന? പണി ഇപ്പൊ വരും, പണി വരും. പിന്നെ അന്ന് കൊണ്ടുവന്ന് അമ്പഴങ്ങ അച്ചാറിരുന്നോ? പുറങ്ങാവളെ കൊണ്ടുവന്ന് അതൊക്കെ എന്നേ തീർന്നു. എന്ത് നാരങ്ങാച്ചാറുണ്ട്? വേണ്ട, നാരങ്ങ അച്ചാറാകുമ്പോഴേ പെട്ടെന്ന് കഴിച്ചാൽ ദഹിക്കും. അത് ഇവിടെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നായിരുന്നു? ഒന്നില്ലേ? മറ്റേ തങ്കച്ചേട്ടത്തിന്റെ കൂട്ടുകാരി സർല എന്ന് പറഞ്ഞവരെ കാണും. അവരെന്താ ഇവിടെ വരുന്നത്? അല്ല, ഇതിലേക്കടെ കാണാൻ പോന്നുണ്ടായിരുന്നോ? അത് ഇതുവരെ വിട്ടില്ലേ ചേച്ചൻ? അല്ല, അത് വിട്ട്. അതപ്പോഴേ വിട്ട്. നമ്മളെന്തിനാ വെറുതെ പറയുന്നത്? അതിന് അവരൊന്നും ഇങ്ങോട്ട് വന്നൊന്നുമില്ല. ഇല്ലേ? ശരി. ഞാനും ചേച്ചിയും കൂടെ നാളെ എങ്ങനെ അവരുടെ വീട്ടിലോട്ടൊന്ന് പോകാന്ന് പറഞ്ഞോണ്ടിരിക്കുക. ആ കൊച്ചിനെ ഒന്ന് കാണാൻ. നല്ലതാ. അവരുടെ വീട്ടിലോട്ട് ഏത് വഴിയായിരുന്നു അച്ചാച്ച പോണത്? ജംഗ്ഷനിൽ നിന്ന് പോകുമ്പോഴല്ലേ? അവിടെ അങ്ങനെ കണ്ട. പോട്ടെ. നാരങ്ങാച്ചാർ വേണ്ടല്ലേ? വേണ്ട. അവിടെ നിന്നേ. അതുകൊണ്ട് അവിടെ പോണം. അയ്യോ, ഞാൻ വർഷോപ്പിൽ ഇങ്ങനെ സ്പാനർ ഇങ്ങനെ കറക്കി 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 പോകുന്ന ആ ഒരു ഓർമ്മയിലേ പോയി. അല്ല, ഒരു ലില്ലിപ്പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ മാറിയപ്പോഴെങ്ങനെ ആരെങ്കിലും വന്നിട്ടില്ല. വന്നായിരുന്നു അറിയായിരുന്നു.